ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഒറ്റ ദിവസം കൊണ്ടാണ് എല്ലാം തകിടം മറിഞ്ഞത്. ഇന്നോളം ഞങ്ങൾ കരുതി ഞങ്ങളുടെ നാഥനും ഗുരുവുമായവൻ കൂടെയുള്ളതുകൊണ്ട് അധികാരത്തിൽ ഞങ്ങൾക്കും ഇടം ലഭിക്കുമെന്ന്. അവൻ വിമോചകനാണ്, ഞങ്ങളുടെ നാട്ടിൽ സമാധാനം നൽകുന്ന രാജാവായിട്ട് അവൻ കടന്നു വരുമെന്ന് മനസ്സുകൊണ്ട് കരുതി കൂടെ നടന്നത്. എന്നാൽ ദാ നേരം വെളുക്കുന്നതിന് മുമ്പ് അവൻ ഞങ്ങളിൽ നിന്നും കടന്നുപോയി. അതും അതികഠിനമായ വേദനയിലൂടെ, കുരിശുമരണത്തിലൂടെ. എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ചുപോയ 12 പേരിൽ 2 പേർ എമാവൂസിലേക്ക് ഒളിച്ചോടുകയാണ്. കാരണം ഭയം വല്ലാതെ അവരെ കീഴ്പ്പെടുത്തി. ഇനി ഞങ്ങൾ ഈ നാട്ടിൽ നിന്നാൽ ഒരു പക്ഷേ അവന് ലഭിച്ച അതേ കഠിനമായ പീഡനമുറകളിലൂടെ ഞങ്ങളും കടന്നു പോകേണ്ടി വരാം. അതുകൊണ്ട് ഓടി ഒളിക്കുക, രക്ഷപ്പെടുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ തീരുമാനം. അതുകൊണ്ട് അവർ ജെറൂസലേമിൽ നിന്നും എമാവൂസിലേക്ക് പോയത്. ജെറൂസലേം ആ പട്ടണം തന്നെ ദ സിറ്റി ഓഫ് ലൈറ്റ് എന്നുള്ളതാണ്, പ്രകാശത്തിൻ്റെ പട്ടണമാണ്. അവർ ഒളിച്ചോടുന്നത് എവിടെ നിന്നാണ്? ഈ പ്രകാശത്തിൻ്റെ പട്ടണത്തിൽ നിന്നും എമാവൂസിലേക്ക്. എമാവൂസ് അറിയപ്പെടുന്ന എന്താ? സിറ്റി ഓഫ് ഡാർക്ക്നെസ്, അന്ധകാരത്തിൻ്റെ, ഇരുട്ടിൻ്റെ പ്രദേശത്തേക്ക്. ഇരുട്ട് പേടിപ്പെടുത്തുന്നതാണെങ്കിലും ജീവിതത്തിൻ്റെ ചില അവസ്ഥകളിൽ ഒളിച്ചിരിക്കാനും മറഞ്ഞിരിക്കാനും ഒക്കെ ഇരുട്ട് നല്ലതാണ് എന്ന് കരുതുന്ന സമയമുണ്ട്. അപ്രകാരം ഇവരും കരുതിപ്പോയി. പ്രകാശത്തിലിരുന്നാൽ പലരും ഞങ്ങളെ കാണും, അതുകൊണ്ട് ഇരുട്ടിൽ ഇങ്ങനെ മറഞ്ഞിരിക്കാം എന്ന് കരുതി ഒളിച്ചോടിയവർ. എങ്കിലും അവരുടെ ഒളിച്ചോട്ടത്തിൻ്റെ ഇടയിലും സുന്ദരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. യാത്രയിലും അവർ സംസാരിച്ചു കൊണ്ടിരുന്നത് ദൈവിക പദ്ധതിയെക്കുറിച്ചും ജെറൂസലേമിൽ നടന്ന ജീവിതത്തിൻ്റെ കാഴ്ചകളെക്കുറിച്ചുമാണ്. അതുകൊണ്ട് ക്രിസ്തു അവരോടൊപ്പം നടക്കുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അവർ സംസാരിച്ചത് ദൈവീക പദ്ധതികളെക്കുറിച്ചാണ്. നമ്മോടും തമ്പുരാൻ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, വല്ലാതെ മനസ്സിൻ്റെ വെട്ടം നഷ്ടപ്പെട്ട് ഇരുട്ടിലേക്ക് നടക്കുമ്പോഴും തമ്പുരാൻ കൂടെയുണ്ടെന്നേ. അവൻ ഇട്ടിട്ട് പോകാൻ പറ്റുന്നൊരു ദൈവമല്ല. അവൻ നമ്മോട് ചോദിക്കും, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? നമ്മൾ 2-3 പേര് ചേരുന്നിടത്തുള്ള നമ്മുടെ സംസാരം എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ നന്മയുടെ സംസാരമാണ്, ദൈവീക പദ്ധതിയുടെ സംസാരമാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടെ നടക്കുന്ന ദൈവം നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കും, കണ്ണുകളെ തുറക്കും, കൂടുതൽ ചൈതന്യത്തോടെ പ്രകാശത്തിലേക്ക് കടന്നു വരാൻ നമ്മെ യോഗ്യരാക്കി മാറ്റുകയും ചെയ്യും. അവർക്ക് അനുഭവം ലഭിക്കുന്നു, അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു, ഹൃദയം ജ്വലിച്ചു. അവർ ഇട്ടിട്ട് പോന്ന ജെറൂസലേമിലേക്ക് തന്നെ ധൈര്യത്തോടെ മടങ്ങിപ്പോകാൻ കാരണമായിട്ട് മാറി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തത് പലതും അപ്രതീക്ഷിതമായി സംഭവിക്കുമ്പോഴും നാം തനിച്ചല്ല, കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട് എന്നറിയുക. നാം ചെയ്യേണ്ടത് നിരാശയുടെ നെഗറ്റീവ് ടോക്സ് അല്ല, പോസിറ്റീവായിട്ടുള്ള ദൈവീക മഹത്വത്തിൻ്റെ സംസാരം നമ്മുടെ ഈ നടത്തത്തിലുണ്ടെങ്കിൽ, 2-3 പേർ ചേർന്നിരിക്കുന്ന കൂട്ടായ്മയിലുണ്ടെങ്കിൽ അവരുടെ മധ്യയായിരിക്കുന്ന ദൈവം നമുക്ക് വേണ്ട കരുത്ത് നൽകും, പ്രകാശം നൽകും. എന്തിനേയും ഏതിനേയും നേരിടാനുള്ള ഉൾക്കരുത്ത് തരിക തന്നെ ചെയ്യും.